പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നല്ല അടിപൊളി ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു കുക്കറിലേക്ക് 1/2 കിലോ അളവിൽ ബീഫ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സാധാരണ മുളക് പൊടിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ മുളക് പൊടി കുറച്ച് എടുത്തുകൊണ്ട് കുരുമുളക് പൊടിയാട്ടോ ലാസ്റ്റിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയൊരു 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് കൈ വെച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനിയൊരു കടായി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ റിഫൈൻഡ് ഓയിലാട്ടോ എടുത്തേക്കുന്നത്. ഓയിൽ നന്നായി ചൂടായി വന്ന് കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 3-4 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു കുടം വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. നമ്മൾ ബീഫൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ള തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. പെട്ടെന്ന് തന്നെ ഇത് വഴന്ന് കിട്ടും. ഇതിൻ്റെ ആ ഒരു കളറ് മാറി വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ സവാളയാണ് എടുത്തേക്കുന്നത്. ഒരുപാട് ഉള്ളി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചെറുതായിട്ട് മധുരം ഉണ്ടാവും. അതുകൊണ്ട് ഉള്ളി വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ബീഫൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. അതിൻ്റെ ഉള്ളിൽ ആ ഒരു വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതായിപ്പോൾ നമ്മുടെ ബീഫിൻ്റെ ഉള്ളിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 4-5 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കാം. ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത് തന്നെ വേണം എടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇതിപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടേബിൾ സ്പൂൺ ഉലുവ, 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ചെറിയ ജീരകം, അതേ അളവിൽ തന്നെ വലിയ ജീരകം കൂടെ എടുത്ത് നന്നായിട്ടിത് പൊടിച്ചെടുത്തതാണ്. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. നമ്മൾ ആ ഒരു ലാസ്റ്റിൽ ചേർത്ത് കൊടുത്ത മസാലകൾ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുന്നത് വരെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കണം. എന്നിട്ടിത് മൂടി വെച്ച് കൊടുക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞ് എടുക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ ബീഫ് റോസ്റ്റ് നന്നായിട്ട് തന്നെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് അപ്പവോ ചപ്പാത്തിയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയൊരു ബീഫ് റോസ്റ്റ് റെസിപ്പിയാണ്. നല്ലൊരു ടേസ്റ്റ് കേട്ടോ ഇതിന്. നമ്മളെപ്പോഴും കഴിക്കുന്നതിനേക്കാളും കുറച്ച് വ്യത്യാസമായിട്ടുള്ളൊരു ബീഫിൻ്റെ റെസിപ്പിയാണ്. ഇതുപോലെ ആരും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്